ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളത്തേക്കുള്ള ഇൻട്രാഡേ അനാലിസിസ് നോക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ ടെക്നിക്കൽസ് എങ്ങനെ പോയിന്ന് നോക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് 23,800 എന്ന റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആണ്, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം 150 പോയിന്റ്സ് ഗ്യാപ്പ് മുകളിലുണ്ട്, 100 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൺഫർമേഷൻ ലെവൽ ആയ ഈ ഒരു ലെവൽ, അതായത് 23,900 റൗണ്ട് അപ്പ് ആയിട്ടാണ് പറയുന്നത്, 23,900 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് എക്സ്പെക്ട് ചെയ്ത് ഈ 150 ഗ്യാപ്സ് ക്ലോസിംഗ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എം പാറ്റേൺ നല്ലോണം ബ്രേക്ക് ഔട്ട് ആയി. മാർക്കറ്റ് താഴെ 23,500 സപ്പോർട്ട് 1, ഓക്കെ, സപ്പോർട്ട് 1 ക്രോസ് ചെയ്ത് പോയി താഴെ വന്ന് ആ ഒരു 100 പോയിന്റ്സിന്റെ കുറച്ച് മുമ്പ് വരെ ബെയറിഷ് ആയിട്ട് പോയി. കാര്യം ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ 23,500 ബ്രേക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സൺഡേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദയവേദ സൺഡേ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐയിലും കാർഡിലും പിന്നെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ഒപ്പം ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഐ ബട്ടണിൽ അല്ലെങ്കിൽ എൻഡ് വരുന്ന കാർഡ്സിൽ നോക്കിയാൽ മതി. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ടെക്നിക്കൽസ് അനാലിസിസ് രീതിയിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ് ഡൗൺ വന്നു, ബ്രേക്ക് ഔട്ട് നടന്നു. കറക്റ്റ് ആയിട്ട് ആ 100 പോയിന്റ്സിന്റെ അവിടെ എത്തിയപ്പോഴേക്കും മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പിന്നെ ഒരു അപ് ട്രെൻഡ് തന്നു. അതിനുശേഷം സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വരച്ചു വിട്ടിരുന്നു, ഇവിടെ നിന്ന് ഡൗൺവേർഡ് പോയതിന് ശേഷം റിവേഴ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ അതിലോട്ട് കടക്കുന്നു. ആദ്യമേ തന്നെ ക്ലോസിംഗ് ഞാൻ മാർക്ക് ചെയ്തോട്ടെ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ്, അതായത് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്നത് 23,606 ആണ് ഇന്നത്തെ നമ്മുടെ ട്യൂസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അറിയാലോ, ഇന്ന് നമ്മുടെ നിഫ്റ്റി എക്സ്പയറി കൂടിയായിരുന്നു. അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിൽ കാണിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ലെവൽ ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ മുതൽ ഡിസ്കസ് ചെയ്യണതാണ്. ഈ ലെവല് 23,800, ഇന്നും ഈ ലെവല് വരെ പോയിട്ട് 23,800 ഈ ലെവൽ വരെ പോയിട്ട് മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ 23,800 നമ്മുടെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് വരും. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ്. ഓക്കെ, 2 തവണയായി ഇപ്പോൾ മാർക്കറ്റ് അവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് താഴത്തോട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ താഴ്ത്തുണ്ട്, അതായത് ഇതൊരു ഡബിൾ ബോട്ടം പാറ്റേൺ ആണ്. പക്ഷെ രണ്ടും ഫില്ലായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്, അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു ലെവലാണ്. ഇതെന്ന് പറയുന്നത് 23,300 എന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,300. ഈ ഒരു ലെവല് ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എം പാറ്റേൺ, ഇവിടെയുള്ള എം പാറ്റേണിലും സ്ട്രോങ്ങർ ആയ ഡബിൾ ബോട്ടം പാറ്റേൺ ആക്ടിവേറ്റ് ആവും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉള്ളത്, ഇവിടെ താഴെ നമുക്കറിയാം ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആണ്. അതെന്ന് വെച്ചാൽ ഇതുവരെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞത് ബാക്കി 100 പോയിന്റ്സ് ഉണ്ട് ഇനി ബാക്കി ഫില്ലാകാൻ. ഈ 100 പോയിന്റ്സിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ കൂടിയാണ് ഈ ഒരു ഞാനിപ്പോ പറയുന്ന 23,300 എന്ന ലെവൽ. അപ്പൊ ഞാനിവിടെ എഴുതാം, 100 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പാണ് നമുക്ക് ഫില്ലാകാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ 23,800 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ഒരു ലെവലും കൂടിയുണ്ട്. ഇത് നമ്മൾ ഫിബൊനാച്ചി ലെവൽ വെച്ച് കറക്റ്റ് ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഫിബൊനാച്ചി ഹൈ ടു ലോ നമ്മൾ 23,000 വരെ എടുക്കാൻ നേരത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ലെവലാണ്. ഇതെന്ന് പറഞ്ഞാൽ 0.5 എന്ന് വരുന്ന ലെവലാണ്. ഈ ലെവല് എങ്കിലും ബ്രേക്ക് ഔട്ട് ആയാലേ, ഇത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് പക്ഷെ മാർക്കറ്റ് വലിയ മൂവ്മെന്റ് ഒന്നും നൽകിയില്ല. നിഫ്റ്റിയിൽ കണ്ടറിയാം 31.95 എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ്ലി
നെഗ്ലിജബിൾ സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു ഇന്നത്തേത്. അപ്പൊ 23,618 ആണ് ബൈ സെൽ വാല്യൂ വന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഈ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യണം. ആ ഒരു പോയിന്റ് 23,800 എന്ന പോയിന്റിലാണ് ഇപ്പോൾ മാർക്കറ്റ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫിബൊനാച്ചി അനാലിസിസ് വെച്ച് നോക്കാൻ നേരത്ത് ഈ 23,900 ക്രോസ് ചെയ്യണം. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വെച്ച് 23,900 ക്രോസ് ചെയ്താലേ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുള്ളൂ. അതും നല്ലൊരു കണ്ടിന്യൂസ് ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് 23,950 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറയാനാണെങ്കിൽ 23 അല്ല 24 കറക്റ്റ് പറഞ്ഞാൽ 2450 നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. ഞാനിവിടെ അത് മാർക്ക് ചെയ്തേക്കാം. ഈ 2450 ക്രോസ് ചെയ്യുവാണെങ്കിൽ ഞാനൊരു ഇന്റർമീഡിയറ്റ് ലെവലാണ് എടുത്തേക്കുന്നത്. ഇറ്റ്സ് 24,050. ഇത് ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ് മേജർ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ മേജർ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു കണ്ടിന്യൂസ് ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുന്നതായിരിക്കും. അത് ഇവിടെയുള്ള ഗ്യാപ്പും ക്ലോസ് ആക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഗ്യാപ്പ് ഉണ്ട്, ഇല്ലാകാത്ത ഒരു മുകളിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് ഏകദേശം വരുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഏകദേശം വരുന്നത് 128. ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് 120 എന്നാണ് ഇടുന്നത്. 120 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പ് ആണ്. ഇതും ഇല്ലാകാൻ ഇടയാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2450 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആകണം, എന്നാൽ മാത്രമേ ഈ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ 23,300 സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് ഇവിടെ മുകളിൽ താഴത്തോട്ട് വന്നിട്ട് മുകളിൽ സൈഡ് വേസ് നടന്ന പോലെ ഇവിടെ ആയിരിക്കും വീണ്ടും സൈഡ് വേസ് നടക്കുന്നത്. ഇവിടെ വന്ന് ടച്ച് ചെയ്ത് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഇവിടെ ആയിരിക്കും സൈഡ് വേസ് നടക്കുന്നത്. അതേസമയം ഇവിടെ ഒരു സ്ട്രോങ്ങർ ബെയറിഷ് ക്യാൻഡിൽ 1 hour ടൈം ഫ്രെയിമിൽ ഉണ്ടാകുവാണെങ്കിൽ മാർക്കറ്റ് ഈ 100 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനെങ്കിലും താഴ്ത്തോട്ട് വരുന്നതായിരിക്കും. പക്ഷെ ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ ഈ 23,300 ബ്രേക്ക് ഔട്ട് ചെയ്ത് വരണം, എന്നാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഫി, HCL ടെക്, ടെക്കം, TMPV, TCS, ഇറ്റേണൽ, വിപ്രോ, SBI ലൈഫ് ഒക്കെ നല്ലൊരു പെർഫോമൻസ് നൽകി. ലൂസേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കൊഡാക് ബാങ്ക്, ടൈറ്റൻ, അൾട്രാ സിമന്റ്കോ, ടാറ്റ കൺസ്യൂമബിൾസ്, ഭാരതി എയർടെൽ, അദാനി പോർട്സ്, കോൾ ഇന്ത്യ, സിപ്ല എന്നിവയൊക്കെ ആയിരുന്നു നമ്മുടെ മെയിൻ ലൂസേഴ്സ് ആയിട്ട് വന്നത്. കൊഡാക് ബാങ്ക് കഴിഞ്ഞ ദിവസമൊക്കെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആയിരുന്നു, പക്ഷെ ഇന്ന് ഒരു 2% മുകളിൽ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി എടുക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് കമ്പാരിറ്റീവ്ലി ഇത്തിരി അത്ര സാറ്റിസ്ഫാക്ടറി മൂവ്മെന്റ് ആയിരുന്നില്ല. PNB ബാങ്കും കാനറ ബാങ്കും നല്ല ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. 1.87 1.03%. അതേസമയം മെയിൻ ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ HDFC ഒക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതൊക്കെ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന 15%, 50 അല്ല 15%ഓളം മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബാങ്കാണ് HDFC, ICICI. ഇതൊക്കെ HDFC അതിനകത്ത് 15%ഓളം ഉണ്ട്. അപ്പോൾ ഈ ബാങ്കുകളൊക്കെ ഇന്ന് ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊഡാക് ബാങ്ക് 2.40% ആണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. അതിന്റെ തൊട്ടുപുറകെ HDFC, AU ബാങ്ക്, ICICI ബാങ്ക് ഇവയൊക്കെയായിരുന്നു ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ലൂസേഴ്സ്. സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഇൻഡിസസിൽ നിഫ്റ്റി 50 ഇത്തിരി ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. നല്ലോണം പെർഫോം ചെയ്തത് ഈ പ്രാവശ്യം നിഫ്റ്റി സ്മോൾ ക്യാപ് 50യും നിഫ്റ്റി സ്മോൾ ക്യാപ് 100, നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ആണ് 1% മുകളിൽ പെർഫോം ചെയ്തത്. ബാക്കി എല്ലാം സൈഡ് വേസ് ആണ്. ഈവൻ നിഫ്റ്റി 100, നിഫ്റ്റി 50യും ബെയറിഷ് ആണെങ്കിലും നമുക്ക് സൈഡ് വേസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ സെക്ടേഴ്സും 1% താഴെയാണ് ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തത്. കുറച്ചൊരു ഭേദം പെർഫോമൻസ് എന്ന് എടുത്ത് പറയാൻ പറ്റുന്നത് മിഡ് ക്യാപ്പ് ആണ്. 0.88%. അപ്പോഴും 1% ഇല്ല, എന്നാലും 1%ന്റെ അടുത്ത്. അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 100ഉം നല്ല ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തു എന്ന് ഏകദേശം 0.91 1% അടുത്ത്, എന്നാലും 1% ഇല്ല. അതാണ് എനിക്ക് എടുത്ത് കാണിക്കാനുള്ളത്. ഇനി സെക്ടോറിയൽ ഇൻഡിസസ് നോക്കിയാൽ ഇന്ന് നിഫ്റ്റി IT നല്ല സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു. എന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിഫ്റ്റി ITയില്
വിചാരിച്ച പോലെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. കാര്യം നിഫ്റ്റി ഐ-ടിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ ഓൾറെഡി അനാലിസിസ് ചെയ്തായിരുന്നു. ചാൻസസ് ഉണ്ട് നിഫ്റ്റി ഐ-ടിക്ക് ഒരു പുള്ളപ്പ് കിട്ടാൻ എന്നുള്ള പോലെ. അപ്പോൾ സംശയമുള്ളവർക്ക് എന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ഞാൻ വീഡിയോയുടെ അറ്റത്ത് അറ്റാച്ച് ചെയ്തേക്കാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഐ-ടി 3.23% ആണ് അപ്വേർഡ് മൂവ്മെന്റ് നൽകിയത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിഫ്റ്റി മെറ്റലും നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇത്തിരി മോശമായിട്ടായിരിക്കും പെർഫോം ചെയ്യണമെന്ന്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി അത്ര വലിയ മോശമല്ല, എന്നാലും ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നിഫ്റ്റി മെറ്റലും നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും മൂവ് ചെയ്തത്. അതേസമയം നിഫ്റ്റി മീഡിയ 1.18% അപ്സൈഡ് മൂവ്മെന്റ് നൽകി, നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് സ്മോൾ, അതാണ് ഞാൻ പറഞ്ഞ മിഡ് ക്യാപ്പ് ഒക്കെ ഇത്തിരി നല്ലോണം പെർഫോം ചെയ്തു. മിഡ് സ്മോൾ ഫൈനാൻഷ്യൽ സർവീസസും നിഫ്റ്റി മിഡ് സ്മോൾ ഐ-ടി ആൻഡ് ടെലികോമും നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്, ഇൻക്ലൂഡിംഗ് നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി മിഡ് സ്മോൾ ഹെൽത്ത് കെയർ, നിഫ്റ്റി കെമിക്കൽസ്. ഇതൊക്കെ ബെറ്റർ പെർഫോമൻസ് നൽകിയ ദിവസമാണെന്ന്. ബാക്കി എല്ലാ സെക്ടേഴ്സും നമുക്ക് ബെയറിഷ് ആണെങ്കിലും ബുള്ളിഷ് ആണെങ്കിലും സൈഡ് വേസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ബാക്ക് ടു ടെക്നിക്കൽ അനാലിസിസ്. നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയില് ഇത് കഴിഞ്ഞ തവണ നമ്മൾ അനലൈസ് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ബാക്കിയുള്ള ഇതിലോട്ട് കടക്കാം. അപ്പൊ ആദ്യമേ തന്നെ ക്ലോസിംഗ് ഒന്ന് നോക്കട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 53,421 ആണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ട്യൂസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈ സെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 53,409.15, നെഗറ്റീവ് 127 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 0.24% ഡൗൺവേർഡ് മൂവ്മെന്റ്. ഇതിനെക്കുറിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അതിനകത്ത് 150 ഒന്നും മീറ്റ് ആയിട്ടില്ല ആവറേജ് മൂവ്മെന്റ്. അതുകൊണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയും സൈഡ് വേസ് ആയിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയുടെ പെർസെൻറ്റേജ് വൈസ് മൂവ്മെന്റ് നോക്കിയാൽ 0.24, അതുകൊണ്ടാണ് ഞാൻ സൈഡ് വേസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മന്ത്ലി പെർഫോമൻസ് എടുത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഇത്തിരി ബെയറിഷ് ആയിട്ട്, അതായത് നെഗറ്റീവ് 4.75% ആണ് മന്ത്ലി. ഇപ്പോ മന്ത് എൻഡ് ഇന്ന് May 19 ആണല്ലോ, അപ്പൊ മന്ത് എൻഡ് ആകാറായിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് കാണിച്ചത്. ഒരു ഇത്തിരി ബെയറിഷ് ആയിട്ട് തന്നെയാണ് മൂവ് ചെയ്തത്. ഇപ്പോഴും ഇൻട്രാഡേയിൽ ഞാൻ വീക്ക്ലിയിലുള്ള അനാലിസിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻട്രാഡേയിൽ ഇപ്പോഴും സെൽ ട്രെൻഡ് ആണ്. ഞാൻ ഇൻട്രാഡേയുടെ ആണ് ഡിസ്കസ് ചെയ്യണത്. ഇതൊക്കെയാണ് നമ്മുടെ മേജർ റെസിസ്റ്റൻസസ് ആയിട്ട് വരുന്നത്. ഈ ലെവൽസ് ഒക്കെ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തെങ്കിലും പിന്നെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നൽകി ഗ്യാപ്പ് ഫിൽ ആയതിനു ശേഷമാണ് പിന്നെ സൈഡ് വേസ് മൂവ്മെന്റ് നൽകിയത്. ജസ്റ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു മൊത്തം പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 2.25 ആയപ്പോഴേക്കും ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. അതുവരെ ഗിഫ്റ്റ് നിഫ്റ്റി ഫുള്ളി സൈഡ് വേസ് ആയിരുന്നു. ഇന്നലെ ഒരു പുള്ളപ്പ് മൂവ്മെന്റ് നൽകി, അതിന്റെ റിഫ്ലക്ഷൻ അത്ര വലുതായിട്ട് മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് ഇന്നലെയും നമ്മുടെ സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഓൾവേസ് ഒരു ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴത്തെ ഈ വാർ ഒക്കെ ഉള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഗിഫ്റ്റ് നിഫ്റ്റി മാർക്കറ്റ് ഓപ്പൺ ചെയ്യണതിന് മുമ്പ് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി തിരിച്ച് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ ആയിട്ട് നമുക്ക് നോക്കാം. കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാങ്ക് നിഫ്റ്റി പല തവണ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പല തവണയും ഈ ലെവൽ റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ലെവൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഈ ലെവൽ വരുന്നത് ഏകദേശം 54,398 ഉണ്ട്. റൗണ്ട് അപ്പ് ആയിട്ട് നമുക്ക് 54,400 എന്നിടാം. കാര്യം 398 ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ 54,400. ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്കൊരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുള്ളൂ. അതിന് നോക്കേണ്ടത് 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ 1 അവർ ടൈം ഫ്രെയിമിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പൊ ക്ലോസ് ചെയ്തേക്കുന്ന ലെവൽ 53,421 അതും നോക്കിക്കഴിഞ്ഞാൽ ഒരു
ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസുമായിട്ട് വളരെ ചെറിയ ഡിഫറൻസ് ഉള്ളു. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം അത് ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് വൺ ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. പിന്നെ വരുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ, ട്രെൻഡ് ലൈനിന്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലും കൂടിയാണ് 54,400. അതുകൊണ്ടാണ് ഞാൻ ഈ 54,400 മെയിൻലി ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് വൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 52,800 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യുക 52,800. ഇത് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ ആയിട്ട് എടുക്കാൻ കാരണമുണ്ട്. കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നാണ് മാർക്കറ്റ് റീട്രേസ് ചെയ്തത്. ഇതിനു മുമ്പും പഴയ ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ആവറേജ് മൂവ്മെന്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ 150 to 200 പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് പോരണമെങ്കിൽ ഇവിടെ ഓൾറെഡി -617 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 617 പോയിന്റ്സ് ഡബിൾ മൂവ്മെന്റും കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് കൂടുതൽ താഴത്തോട്ട് വരാൻ ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലെവല് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് എടുക്കണം. ഈ സപ്പോർട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 52,800 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 52,800 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് വൺ ആയിട്ട് വരും. ജസ്റ്റ് ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മൾ വോളിയം അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും സെന്റിമെന്റൽ അനാലിസിസും ചെയ്തിട്ടാണ് നമ്മൾ ഈ കൺക്ലൂഷൻ സപ്പോർട്ട് ലെവലിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നൽകുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്, നമുക്ക് സെൻസെക്സിലോട്ട് കടക്കാം. അപ്പൊ സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് കഴിഞ്ഞ വെനസ്ഡേ മാർക്ക് ചെയ്തതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് താഴ്ത്തോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ വരും. അതേസമയം ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ആകുവാണെങ്കിൽ കുറച്ചു നേരം സൈഡ് വേസ് ചെയ്തിട്ട് ഈ 200 പോയിന്റ്സ് ഗ്യാപ്പ് വളരെയധികം ശ്രദ്ധിക്കണം. അത് ക്ലോസ് ആകാൻ ഒരു ചെറിയ പോയിന്റേ ഉള്ളൂ. സെൻസെക്സിനെ അപേക്ഷിച്ച് സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ്സ് ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കാൻ ഈ 200 പോയിന്റ്സ് വളരെ ചെറിയ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഇവിടെ വന്ന് റീട്രേസ് ചെയ്യാൻ ധാരാളം ചാൻസ് ഉണ്ടെന്ന് എടുത്തു പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതേസമയം ഈ 70 to 200 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും, ഒരു നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോർമേഷൻ ഉണ്ടായാണ് മാർക്കറ്റ് അപ്വേർഡ് മൂവ്മെന്റ് നടത്തിയത്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ 757 ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന ലെവലിൽ വന്ന് ടച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തോട്ട് പുൾ ഡൗൺ ചെയ്ത്, കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് മാർക്കറ്റ് അപ്സൈഡ് മൂവ്മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ വരച്ച 75,200 എന്ന റെസിസ്റ്റൻസ് വൺ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് മാറും. കാര്യം മാർക്കറ്റ് മുകളിലെത്തുമ്പോൾ താഴെയുള്ള ലെവൽസ് ഒക്കെ പിന്നെ സപ്പോർട്ട് ലെവലായിട്ട് മാറും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ട് ടെക്നിക്കൽ അനാലിസിസ് വർക്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. കണ്ടോ, മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് മുകളിലോട്ട് പോയി പിന്നെ അവിടെ വന്ന് തിരിച്ച് 75,188 നമ്മൾ മാർക്ക് ചെയ്യാൻ നേരത്ത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആ ഒരു ലെവല് 75,200, അതാണ് ഞാൻ റൗണ്ട് അപ്പ് എന്ന് പറയുന്നത്. 75,200 കറക്റ്റ് ആയിട്ട് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നതുണ്ടോ, അതാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റിന്റെ കറക്റ്റ് മൂവ്മെന്റ് അറിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെയുള്ള ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാൻ 74,000 റൗണ്ട് അപ്പ് ആയിട്ടായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. ഇവിടത്തെ രണ്ട് ക്യാൻഡിലിന്റെ വിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ, ഈ ക്യാൻഡിലും ഈ ക്യാൻഡിലും ഓക്കെ, ആ ഒരു ലെവൽ എത്തിയപ്പോഴേക്കും മാർക്കറ്റ് റീട്രേസ് ചെയ്തു. അപ്പൊ ഈ ഒരു സോണിലാണ് ഇപ്പോൾ സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോൺ ബ്രേക്ക് ഔട്ട് ആണ്. മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ആയാൽ അഫ്കോഴ്സ് ഈ 200 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകും. അപ്പോൾ ഇതിന്റെ അനാലിസിസിലോട്ട് നമുക്ക് കടക്കാൻ. കാര്യം നമുക്കറിയാം തേഴ്സ്ഡേ സെൻസെക്സിന്റെ എക്സ്പയറി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ സെൻസെക്സിന്റെ ക്ലോസിംഗ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇന്നത്തെ ക്ലോസിംഗ് വന്നത് 75,188 ആണ് ഇന്നത്തെ സെൻസെക്സിന്റെ ട്യൂസ്ഡേ ക്ലോസിംഗ് വന്നത്. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞത് പ്രത്യേകിച്ച് മാർക്കറ്റിന് മൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ സിംപ്ലി ഒരു വീഡിയോ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആണ് ഇന്നലെ നടന്നത്. ഇന്നാണ് ഇത്തിരി എങ്കിലും ഒരു ചലനം, ഒരു താഴ്ത്തോട്ടോ മുകളിലോട്ടോ ഉള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന്
പ്രത്യേകിച്ച് വീഡിയോ ഇട്ടതും ഇന്നലെ വീഡിയോ ഇടാതിരുന്നതും. അപ്പോൾ ഇതിന് മുമ്പത്തെ 2 വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് ഏകദേശം ഞാൻ അനലൈസ് ചെയ്ത് ചെയ്യണമെന്ന് മനസ്സിലാവും. ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ലെവലാണ് ഇനി ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെയുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200 പോയിന്റ്സ് ഗ്യാപ്പ് ആണ്. ഞാൻ ഒന്ന് എഴുതിയിടുന്നുണ്ട്, 200 പോയിന്റ്സ് ഗ്യാപ്പ്. ഈ ഗ്യാപ്പാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇനി നോക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 75,750 തന്നെയാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 75,750. ഞാനിവിടെ എഴുതിക്കോട്ടെ 75,750. ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് നാളെ ആക്ട് ചെയ്യാൻ പോകുന്ന. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ലെവൽസ് ഉണ്ട്. ഒന്ന് 74,750യും പിന്നെ 74,250. അപ്പൊ ഇത് രണ്ടും ഞാൻ മാർക്ക് ചെയ്യാം. ഒന്ന് 74,250, അത് നമുക്ക് ലാസ്റ്റ് സപ്പോർട്ട്, സെക്കൻഡ് സപ്പോർട്ടായിട്ട് എടുക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ 74,250. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് വരാൻ പോകുന്നത്. ഇതും ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ വലിയൊരു ഫോൾ ഉണ്ടാവുന്നതായിരിക്കും. കാര്യം നമുക്കറിയാം, എന്താണ് അറിയാവുന്നത്, ഇവിടെ പണ്ട് ഞാനൊന്ന് മിനിമൈസ് ചെയ്തോട്ടെ, ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തോട്ടെ. ഇവിടെ പണ്ട് നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ വന്ന് മാർക്കറ്റ് കുറച്ചു നാള് സൈഡ് വേസ് പണ്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ, ആ സൈഡ് വേസ് നടന്ന ഏരിയയിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഫോർമേഷൻ ഉണ്ടായ പൊസിഷനും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 74,250 ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് നാളത്തേക്ക് ഫസ്റ്റ് സപ്പോർട്ട് 1 ഉണ്ട്. അതായത് 74,750 ആണ് സപ്പോർട്ട് 1 വരുന്നത്. ഞാനിവിടെ മാർക്ക് ചെയ്യാം, സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 74 ആണ് നാളത്തെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് നല്ല വോളറ്റൈലാണ്. ഞാൻ ഇന്ത്യ വിക്സും എടുത്തൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ 18.68 ആണ് ഇന്നത്തെ വോളറ്റിലിറ്റി. അതനുസരിച്ച് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് റാൻഡം ട്രേഡ്സ് എടുക്കാതിരിക്കുക. സൂക്ഷിച്ച് ഓരോ ട്രേഡും എടുക്കുന്നതിന് മുമ്പ് സൂക്ഷിച്ച് പാറ്റേൺസ് നോക്കിയൊക്കെ വേണം ട്രേഡ് എടുക്കാൻ. ഇവിടെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ കാണാം. കണ്ടോ, ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ കാണാം. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ്ങർ പാറ്റേൺ ആണ് ഡബിൾ ടോപ്പ് പാറ്റേൺ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴ്ത്തോട്ട് ഗ്യാപ് ഡൗണോ വല്ലതും ഫോം ചെയ്യണമെങ്കിൽ ഈ 74,250 ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ നടക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. മുകളിലത്തെ കേസും സെയിം തന്നെ. ഈ 75,750 ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴ്ത്തോട്ട് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സെൻസെക്സിൽ നാളെ സ്പെഷ്യൽ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള. അത് മാത്രമല്ല, സെൻസെക്സിന്റെ ബൈസെൽ വാല്യൂ ഇന്ന് വന്നത് 75,200. നമ്മൾ മാർക്ക് ചെയ്ത കറക്റ്റ് റെസിസ്റ്റൻസ് ലെവലിൽ തന്നെയാണ് ബൈസെൽ വാല്യൂ വന്നത്. -114 പോയിന്റ്സ്. അത്ര വലിയ ബെയറിഷ് അല്ല, സൈഡ് വേസ് ആണ്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ 500 to 1000 പോയിന്റ്സ് ആണ് സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ്. 0.15% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിപ്പോൾ അനാലിസിസ് ചെയ്തത്. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും നാളത്തേക്ക് എടുത്ത് നോക്കണ്ടേ. അപ്പൊ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണമെങ്കിൽ ബേസിക് ലെവലായിട്ടോ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങോ എന്തെങ്കിലും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ബേസിക് മുതലോ അതോ ഓൾറെഡി അറിയാവുന്നതാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിലോ നിങ്ങൾക്ക് അഡ്വാൻസ് പ്രോ ലെവൽ വരെ പഠിക്കണമെങ്കിൽ നമ്മളെല്ലാം കവറപ്പ് ചെയ്യും. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, വോളിയം, സെന്റിമെന്റൽ, ഡബ്ല്യു പാറ്റേൺസ്, കാൻഡിൽ, ഡബ്ല്യു പാറ്റേൺസ് മാത്രമല്ല എല്ലാ തരം പാറ്റേൺസ്, കാൻഡിൽ, ഫിബൊനാച്ചി എല്ലാം കവർ ചെയ്യുന്ന കോഴ്സാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് 8870135772 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. കോഴ്സിന്റെ ബാച്ച് ടൈമിംഗ് ഒക്കെ പറയുന്നതായിരിക്കും. അതനുസരിച്ച് താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു
സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു ബൈ. ഹാവ് എ നൈസ് ഡേ.